ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. പിന്നെ ലൈക്ക് അടിക്കുന്നവർക്ക് നന്ദി, ഇനി ലൈക്ക് അടിക്കാൻ പോകുന്നവർക്ക് നന്ദി. വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ. അപ്പം നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വേറൊന്നുമല്ല, നമ്മൾ തെരളി ഇത് ഞാലിപ്പൂവനാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് പച്ചച്ചിങ്ങൻ പഴം വെച്ചായിരുന്നെന്ന് തോന്നി ഞാൻ ഇട്ടത്. ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു തെരളിയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് സോഫ്റ്റ് ആകാനും രുചി കൂട്ടാനും വേണ്ടിയിട്ട് ഞാനൊരു ഇൻഗ്രീഡിയൻറ്റ് ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഓക്കെ, സാധാരണ പണ്ടുള്ള അമ്മച്ചിമാരൊക്കെ ഈ തെരളി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പാളയംകോടനില്ലേ, അത് വെച്ചാണ് ഉണ്ടാക്കുന്നത്. അതെനിക്കിഷ്ടമല്ല. ഇവിടെ മേടിക്കുന്ന പഴമെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഞാലിപ്പൂവൻ, പിന്നെ ഞാലിപ്പൂവനാണ് എപ്പോഴും നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പം ഇതിന് ചില ആൾക്കാർ അരി വെച്ചുണ്ടാക്കും, ചിലർ ആട്ട വെച്ചുണ്ടാക്കും. അപ്പം നമ്മളിപ്പം ആട്ട വെച്ചാണ് ഉണ്ടാക്കുന്നത്. അരി പണ്ടുള്ളവരൊക്കെ ആണെങ്കിൽ അരി വെള്ളത്തിലിട്ട് അതിലിടിച്ച് അരിച്ച് ആണ് ഈ തെരളി ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ അരിക്കാതെ ഉണ്ടാക്കാം, കാരണം പുട്ടിൻ്റെ അരിപ്പിൽ അരിച്ചിട്ടൊക്കെയാണ് തോന്നുന്നു ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ സ്വന്തം പുരയിടത്തിലെയാണ്, ഇവിടെ താമസിക്കുന്നിടത്തല്ല, വേറൊരു സ്ഥലത്തെ. അപ്പോൾ അവിടെ ഞങ്ങൾ സൺഡേ പോയായിരുന്നു, അവിടുന്ന് പറിച്ചുകൊണ്ട് വന്നതാണ് അത്. ഓക്കെ, ഇഷ്ടംപോലെ മരം ഉണ്ടായിന് അവിടെ. പക്ഷേ നമ്മളിവിടെ ഇല്ലല്ലോ, ഇവിടെ ഇല്ല, വെച്ച് പിടിപ്പിക്കാൻ അത്ര സ്ഥലമില്ല. അപ്പോൾ ഞാൻ ആട്ടയാണ് ഇടുന്നത്, 2 തവി ആട്ട അതിനകത്ത് ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ശർക്കര ഞാൻ വിചാരിച്ചത് ചീവി ഇടാന്ന്, കാരണം ആ ശർക്കരയ്ക്കകത്ത് ഒട്ടും തന്നെ കല്ലും മണ്ണും ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പായസം വെച്ചതിൻ്റെ ബാക്കി ഒരല്പം ശർക്കര ഉരുക്കിയതിരിപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മളിടുന്നതെന്ന് വെച്ചാൽ ഏലക്ക പൊടിച്ചിട്ട് അതിൻ്റെ തോല് ഒട്ടും ആവരുത് കേട്ടോ. നമ്മൾ ഇത് തെരളി ഉണ്ടാക്കുന്നതിന് അല്പം പോലും ആവരുത്. അപ്പോൾ നമുക്കൊന്ന് കുഴയ്ക്കാം. ഞാൻ പറഞ്ഞില്ലേ, ആ ഉള്ള ശർക്കര ഉരുക്കിയത് വെച്ചിട്ടാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. കാരണം മധുരം അധികം കൂട്ടണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം ഈ പഴം എല്ലാം കൂടെ ആകുമ്പോൾ തന്നെ ഒത്തിരി ആവുന്നുണ്ട്. അതും ഞാലിപ്പൂവനുമാണ്. ഞാലിപ്പൂവന് നല്ലൊരുവിധം മധുരവും ഉണ്ട്, അതും ഇത് നല്ലതുപോലെ പഴുത്തതും. അപ്പം ഞാൻ അല്പം ശർക്കര ഉണ്ടായിരുന്നു, അത് വെച്ച് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ബാക്കി കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ പഴം ആണ് മൊത്തം എടുത്തേക്കുന്നത്. ഒരു 3 പഴം എങ്ങാണ്ട് ബാക്കി വന്നിട്ടുണ്ട്, ബാക്കിയെല്ലാം ഞാൻ ഇതിലുപയോഗിച്ചു. അപ്പോൾ ഇനി ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ആദ്യം ഞാൻ കുറച്ച് തേങ്ങ തിരുമ്മി വെച്ചത് ഞാൻ കാണിച്ചല്ലേ ഈ ഇതിനകത്ത് തന്നെ. അതിൻ്റെ കൂടെ 2 തവി ആട്ടയിട്ട്, പിന്നെ ബാക്കി പഴം വെച്ചാണ് ഞാൻ. പിന്നെ ഇതിനകത്ത് ഞാൻ ഒരു സ്വല്പം ഉപ്പുപൊടി ഇട്ടിട്ടുണ്ട്, അത് നിങ്ങളെ കാണിക്കുന്നില്ല, ഈ വീഡിയോയ്ക്കകത്ത് അത് കാണുന്നില്ല. ലേശം ഉപ്പ് ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ, ആ മധുരവും എല്ലാം കൂടെ ഒന്ന് കോമ്പൻസേറ്റ് ആവാൻ വേണ്ടിയിട്ട്, മാവൊക്കെ ഒന്നും നല്ല രീതിയാവാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഉപ്പും കൂടെ ഇടണേ, ലേശം. അത് അധികം ആവരുത്, സാധാരണ ഇടുന്നത് പോലെ പുട്ടിനൊക്കെ കുഴയ്ക്കുമ്പോൾ നമ്മൾ ഉപ്പിടുന്ന കണക്ക് ആവരുത്, ലേശം വേണ്ടിയിട്ടേ ഇടാവുള്ളൂ. അപ്പോൾ ഈ പഴം എല്ലാം കൂടെ വെച്ച് നല്ലതുപോലെ തൊലിച്ചിട്ട് നമുക്ക് കുഴച്ചെടുത്തിട്ട്, ഈ കുഴച്ചെടുത്തിട്ടായിരിക്കും നിങ്ങളെ കാണിക്കുന്നത്. ഓക്കെ, കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഉണ്ട്, പരുവത്തിന് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ പറഞ്ഞ്, അപ്പം നിങ്ങളിതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇടുന്ന സാധനം എന്ന് പറഞ്ഞാൽ നെയ്യായിരുന്നു. നെയ്യ് ഇട്ടിട്ട് നല്ലതുപോലെ കുഴച്ച്, ഭയങ്കര ടേസ്റ്റും ഭയങ്കര മണവും ഗുണവുമാണിത്. ഇത്രയും നിങ്ങളൊന്ന് ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഇതേ കണക്ക് വെച്ച് നോക്കും. ഇനി ഇത് തെരളി വേവിക്കാനായിട്ട് നമ്മൾ ഇഡലിക്കുട്ടുമാണ് വെച്ചേക്കുന്നത്. ഇഡലിയുടെ തട്ടല്ല ഇടുന്നത്, അതിനകത്ത് മറ്റേ പാത്രമില്ലേ, മറ്റേ ഹോൾസ് ഉള്ള, അതാണ് നമ്മളതിനകത്ത് വെച്ച് കൊടുക്കുന്നത്. അതിനകത്ത് എന്നിട്ട് നമ്മൾ നമ്മുടെ തെരളി അങ്ങോട്ട് മാവെല്ലാം എടുത്ത് വെച്ച്, തെരളി ഇലയ്ക്കകത്ത് എടുത്ത് വെച്ചിട്ട് ഇതിനകത്തങ്ങ് എടുത്ത് വെച്ച് ഒറ്റ പുഴുങ്ങലിന് പുഴുങ്ങിയെടുക്കാം നമുക്ക്. അപ്പോൾ ഭയങ്കര എളുപ്പത്തിൽ നമുക്കെല്ലാം ചെയ്തെടുക്കാം. ഓക്കെ, വെള്ളം തിളയ്ക്കുമ്പോഴത്തേനും നമുക്ക് അകത്ത് വെക്കാനുള്ള പാത്രം എടുത്തുകൊണ്ട് വരാം. അകത്ത് വെച്ചിട്ട് നമുക്ക്, കാരണം ആ താഴത്തെ 2ാമത്തെ വെട്ടില്ലേ, അവിടെയാണ് നമ്മളത് വെച്ച് കൊടുക്കുന്നത്. അപ്പം മുകളിലോട്ട് ഇത്രയും സ്പേസ് കിടക്കുമല്ലേ,
കുറേ തെരളി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഒറ്റ സ്ട്രെച്ചിൽ. അപ്പോൾ നമുക്ക് അതെടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ ആ ഇലയ്ക്കകത്ത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തെരളി ഉണ്ടാക്കിയപ്പോഴായിരുന്നെങ്കിൽ ഇവിടെ ഒരു തെങ്ങിൻ്റെ ഓല ചാഞ്ഞ് നിന്നിരുന്ന അതിനകത്തുനിന്ന് പിന്നെ ഈർക്കിലെടുത്തിട്ട് തെരളിയുടെ ഇല കുമ്പിളുണ്ടാക്കിയിട്ടാണ് ഞാൻ തെരളി ഉണ്ടാക്കിയത്. പക്ഷേ ഇന്ന് ഇപ്പോഴത്തെ ആണൊന്നും നിപ്പില്ല ഓല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ആക്കണ്ടെന്ന് വിചാരിച്ചു. ഇപ്പോൾ വെറുതെയാണ് ഇതൊക്കെ ഇരിക്കുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഈ സ്പേസ് ഞാൻ എടുത്തത് അതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണ്ടേ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അങ്ങനെ കാണിച്ച് അതിനകത്ത് ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളെ കാണിച്ചു തരണ്ടേ, ടേസ്റ്റ് കൂട്ടാനുള്ള മാർഗവും ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യാഞ്ഞത്. ഓക്കെ, അപ്പം ഞാൻ അടുപ്പിൽ കൊണ്ടുവന്ന് ആ പാത്രം കൊണ്ടുവന്ന് വെച്ചു. ഇനിയാണ് സംഭവങ്ങൾ ചെയ്യുന്നത്. ഞാൻ ഒന്നും കൂടെ ആ മാവൊന്ന് പതുക്കി നോക്കുന്നതാണ്. കാരണം ഈ കറക്റ്റ് അതിൻ്റെ ഓരോ രീതിയാണെങ്കിൽ ആ മാവ് നല്ല രീതിയിൽ നമുക്ക് എളുപ്പം പുഴുങ്ങിയെടുക്കാൻ പറ്റും. ഇതാണ് നമ്മൾ ഇലയെല്ലാം നല്ല കഴുകി വൃത്തിയാക്കി ഞാൻ എങ്ങനെ അത് ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്കോണം. കഴിഞ്ഞ പ്രാവശ്യം കുമ്പിള് കുത്തി ഒരു കിലോ എടുത്തങ്ങ് കുമ്പിള് കുത്തിയാൽ മതി, പാടില്ല. ഇതെന്ന് വെച്ചാൽ വെച്ചിട്ട് ഒരെണ്ണം വെച്ചിട്ട് അങ്ങനെ മടക്കിയിട്ട് പിന്നെ ഒരെണ്ണം കൂടെ കണ്ട ഇങ്ങനെയാണ്. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിട്ടത് കേട്ടോ. എന്നിട്ട് ആ ഭാഗത്തോട്ട് വെച്ച് ഇങ്ങനെ ആക്കിയിട്ട് 2 മടക്ക് മടക്കാൻ പറ്റും. കണ്ട മടക്കിയിട്ട് ആ മടക്ക് ഭാഗം അടിയിൽ വരുത്തി ആ പാത്രത്തിനകത്ത് അങ്ങനെ വെച്ചാൽ നന്നായിട്ടിരുന്നോളൂ അത്. ഓക്കെ, അപ്പം നമുക്ക് ഓരോന്നോരോന്ന് നമ്മുടെ ഇലയ്ക്കകത്താക്കി പടപടാന്ന് അത് എളുപ്പം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഓരോരുത്തർ പണ്ടുള്ളവർക്ക് അത് ജോലിയായിരുന്നു. കാരണം അരി വെള്ളത്തിലിട്ട് ഇടിച്ച് അരിച്ച് അതൊക്കെ ആക്കുന്നതിന് സ്വല്പം ജോലി തന്നെ. ഇപ്പോൾ എല്ലാം ഇൻസ്റ്റൻറ്റ് രീതിയല്ലേ എല്ലാത്തിനും. അപ്പോൾ നമുക്ക് പടപടാന്നതങ്ങ് ആക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് വൈകിട്ടത്തേക്ക് രാത്രിത്തേക്ക് ഉള്ള ആഹാരമായിരുന്നു ഇതൊന്ന്. കുറച്ച് നേരത്തെ നമ്മൾ കഴിക്കുന്നതുകൊണ്ട് കൊള്ളാം. അപ്പം ഞാൻ ദാണ്ടെ നമ്മുടെ ഇഡ്ഡലിക്കുട്ടത്തിനകത്തെല്ലാം ആക്കി അടച്ചു വെച്ച് ഇനി ഒരു 10-15 മിനിറ്റ് അപ്പോഴത്തേനും റെഡി ആയിരിക്കും അത്. ഓക്കെ, അപ്പം എല്ലാവരും ഇതേ രീതിയിൽ ടേസ്റ്റി ആയിട്ടുള്ള തെരളി ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ചേർത്താൽ മതി. ഇതാണ്ട് ഞാൻ ഓഫാക്കിയായിരുന്നു, അടുപ്പിൽ തീ ഓഫാക്കിയായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും നല്ല ഒരുവിധം ചൂട് ആറിയിരുന്നു. എങ്കിലും എടുത്തപ്പോൾ എനിക്ക് കൈ പൊള്ളി, ചില ഐറ്റം അടിയിലിരിക്കുന്നതൊക്കെ എടുത്തപ്പം. ഓക്കെ, പിന്നെ ഞാൻ വിചാരിച്ച് തവി വെച്ചെടുക്കാമെന്ന്. അങ്ങനെ തവി എടുത്ത് പിന്നെ അങ്ങനെ കൈ പൊള്ളി നല്ലതുപോലെ. മുകളിലിരുന്ന് മാത്രമേ ഉള്ളായിരുന്നു ഇച്ചിരി ആറിയത്. അപ്പം നല്ല അടിപൊളി തെരളി ഞാൻ ഉണ്ടാക്കി. നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. നിങ്ങൾ ഒരു കുത്തു കുത്തിയാൽ പോരെ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാനും ശ്രമിക്കുക. അപ്പം ഞാൻ ടേസ്റ്റ് നോക്കാൻ പോവാണ് കേട്ടോ. ഇതാ ആവി പറക്കുന്ന ചൂടുണ്ട്. നിങ്ങളെ തിന്ന് കാണിച്ചില്ലെങ്കിൽ എന്നുള്ള ഒരു പരാതി വേണ്ട. സൂപ്പറായിട്ടുണ്ട്, നല്ല സോഫ്റ്റായിരുന്നു. പിന്നെ ഇത് വേവുന്ന സമയത്ത് ഇവിടെ എങ്ങും ആർക്കും നിൽക്കാം. ഒന്ന് തെരളി ഇലയുടെ സ്മെല്ല്, 2 നെയ്യുടെ സ്മെല്ല്, അത് രണ്ടും കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റാത്ത. പിന്നെ നിങ്ങളുണ്ടാക്കുമ്പോൾ തേങ്ങ ധാരാളം ഇട്ടു. ഇവിടെ തേങ്ങ അധികം ഇഷ്ടമല്ല ഇടുന്നത്, അതുകൊണ്ട് ഞാൻ അധികം ചേർത്തില്ല. ആ തേങ്ങയും കൂടെ ഒന്ന് കടിക്കുമ്പോൾ നല്ലതാണ്. അപ്പം എല്ലാവരും ഇതേ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. എല്ലാവർക്കും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ബൈ, ഗുഡ് നൈറ്റ്.